നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സിനിമകളുടെ ട്രailer റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആന്തോളജി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മനോരഥങ്ങൾ എന്നാണ് ഈ സിനിമയുടെ പേര്. നമ്മുടെ MD വാസുദേവൻ നായർ സാറിൻ്റെ 9ഓളം വരുന്ന ചെറുകഥകൾ കോർത്തിണയിക്കൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ മമ്മൂക്ക അഭിനയിക്കുന്ന ആ ഒരു പോർഷൻ കടുകണ്ണവ ഒരു യാത്ര എന്നാണ്. അത് രഞ്ജിത്താണ് സംവിധാനം. ഒരുപാട് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിത്തും മമ്മൂക്കായും ഒന്നിക്കും. സിനിമ തിയേറ്റർ റിലീസല്ല, CTVയിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പം ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകന്റെ റോളിലാണ് മമ്മൂക്ക ഈ കടുകണ്ണവ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ അഭിനയിക്കുന്നത്. മറ്റൊരു പോർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇറങ്ങുന്നത്. മോഹൻലാലും റീമ കല്ലിങ്കലുമാണ് ആ ഒരു പോർഷനിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ. ഈ രണ്ടുപേരുടെയും സിനിമയുടെ ഒരു ട്രailer ഇപ്പം അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത്. എന്തായാലും നമുക്ക് ആ ട്രailer ഒന്ന് കാണുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കൺകുവ. ഇവ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ 10ഓളം വരുന്ന ലാംഗ്വേജിൽ എത്തുന്ന ഒരു സിനിമ. ഗംഭീര ഒരു സിനിമ തന്നെ ആയിരിക്കും. കാരണം ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില വേഷങ്ങളിലാണ് നമ്മുടെ സൂര്യ ഇതിനകത്ത് എത്തുന്നത്. എന്തായാലും ഈ രണ്ട് സിനിമകളുടെയും ട്രailer ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു പോവാം. ലാലേട്ടൻ, മമ്മൂക്ക, തോണിക്കാർക്ക് എത്തിയെടുത്ത വീട്, പിന്നെ ഓരോ കടവത്തും എങ്ങനെ തപ്പി പിടിക്കാനല്ലേ? മേൽവിലാസം ഒന്നും അറിയാതെ ശ്രമിച്ചു നോക്കാം. എന്നെ കണ്ടോണ്ടിരിക്കാൻ. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? നിങ്ങളെ മനസ്സന്മാരെ കണ്ടിട്ടില്ല? ആണും പെണ്ണും തമ്മമ്മിൽ ഇഷ്ടായാൽ പിന്നെ കുഞ്ഞാലുമില്ല ഭീവാത്തുമില്ല. പടച്ചോം വിചാരിച്ച കൂടി മുടക്കാൻ കഴിയൂല. നീലാട്ട കവരത്ന കൊച്ചാലത്ന മമായാട്ട എണ്ണിക്കവനാണ്. വാഴക്കടവത്ത് കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങൾ ഇനി എന്താ? മോള് വരൂലടാ. വരും. ഞാൻ വിളിച്ച ദുനിയാവിന്റെ അറ്റം വരെ ഓൾ എന്റെ കൂടെ വരും. രഥങ്ങൾ എന്നാണ് ഈ ഒരു ആന്തോളജി സിനിമയുടെ പേര്. ഇതിനകത്ത് രണ്ട് സിനിമകളുടെ ചെറിയ ട്രailer ആണ് ഇപ്പം അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത്. ഒന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകനായിട്ടാണ് മമ്മൂക്ക ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. രഞ്ജിത്താണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മമ്മൂക്കയുടെ ആദ്യമായിട്ട് ഒരു പരീക്ഷണ ചിത്രമായിട്ട് വന്നത് ബ്രഹ്മയുഗമാണ്. അതിനുശേഷം വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് അതിനകത്ത് ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു റോളിലാണ് മോഹൻലാൽ വരുന്നത്. എന്തായാലും അഭിനയ മുഹൂർത്തങ്ങൾ ഒരുപാടുള്ള ഒരു സിനിമയായിട്ടാണ്. കാരണം MD വാസുദേവൻ നായർ സാറിന്റെ കഥകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. എന്തായാലും ഈ രണ്ട് സിനിമകളും CTVയിലാണ് ഇത് വരുന്നത്. എന്തായാലും നമുക്ക് ഒരു ഏറ്റവും പുതിയ ട്രailer പുറത്തുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. நம்ம வாழ்ற இந்த தீவுக்குள்ள எத்தனையோ மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் விட புரியாத மர்மம் விருந்தருந்த வாரீரோ. இறங்குற மாதிரி மேலே இறங்கி அவன் அந்த மண்டையோட்ட ரத்தத்தை நிரப்பி அரத்திக்கு கொண்டு வா. பத்தென்ற சொட்டு சொட்டுறதுக்குள்ள கங்கு அங்க வரணும். ரத்தமும் என் ரத்தமும் வெவ்வேறா. அறுபத்தியன் சிரம் மண்ணுருண்டாலும் உருளும் உன் நெட்டையும் முழங்காலும் மண்தொடா மண்டீரா.
2024 ഒക്ടോബർ 10 വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ട്രെയിലർ കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വേറെ ലെവലാ. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം 10 ലാംഗ്വേജിലാണ് സിനിമ വരുന്നത്. സൂര്യ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗെറ്റപ്പിൽ ഈ സിനിമയിൽ വരുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ബോബി ഡിയോൾ സിനിമയിൽ വീണ്ടും വില്ലനായിട്ട് വരുന്നതിന് ഒരു രക്ഷയില്ല കേട്ടോ. BGM ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും കളറിങ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നു. ഇനി തിയേറ്ററിൽ ഈ സിനിമ വരുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർക്ക് എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നു, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ട് സിനിമ എത്രത്തോളം പ്രേക്ഷകരെ പിടിച്ചിരുന്നു, അതായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. കാരണം ഇതിന്റെ CG വർക്ക് ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ എത്രത്തോളം മികവുറ്റ് വരുന്നോ അത്രത്തോളം ഈ സിനിമ വിജയിക്കാൻ കൂടുതൽ കാര്യം. എന്താണേലും സിനിമ വേറെ ലെവലായിരിക്കും, ഒരു രക്ഷയില്ല. നമ്മൾ നേരത്തെ കണ്ട മമ്മൂക്കാടെയും ലാലേട്ടന്റെയും സിനിമകൾ CTVക്കകത്താണ് വരുന്നത്. എന്തായാലും ഈ 2 സിനിമകളുടെ ട്രെയിലർ റിയാക്ഷനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.